ഹലോ വെൽക്കം ടു ദി ചാനൽ ടീച്ച് നോട്ട്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് 7 സോഷ്യൽ സയൻസ് ചാപ്റ്റർ 10 പേജ് നമ്പർ 161 തുടങ്ങി 164 വരെയുള്ള പേജുകളിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. എന്താണ് GST, ബഡ്ജറ്റ്, ടൈപ്സ് ഓഫ് ബഡ്ജറ്റ്, പബ്ലിക് ഡെപ്റ്റ്, ഫിസിക്കൽ പോളിസി, ഇതൊക്കെയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓരോന്നും നമുക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സിലൂടെ നോക്കാം. 16th ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്? അതായത് GST എന്ന് പറഞ്ഞാൽ എന്താണ്? ആൻസർ, ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് GST ഈസ് എ യൂണിഫൈഡ് ഇൻഡയറക്റ്റ് ടാക്സ് ദാറ്റ് കെയിം ഇൻ ടു എഫക്റ്റ് ഫ്രം July 1st, 2017 after the 101 amendment of the Constitution to implement the principle of a unified tax for the nation. If the revenue from sales is more than the amount fixed by the government in a financial year, the traders must avail GST registration. The GST thus collected from the consumers has to be remitted by the traders to the government. രാജ്യത്തിന് ഏകീകൃത നികുതി എന്ന തത്വം നടപ്പിലാക്കുന്നതിനായിട്ട് ഭരണഘടനയുടെ 101 ഭേദഗതിക്ക് ശേഷം 2017 ജൂലൈ 1 മുതൽ പ്രാബല്യത്തിൽ വന്ന ഏകീകൃത പരോക്ഷ നികുതിയാണ് ചരക്ക് സേവന നികുതി GST എന്ന് പറയുന്നത്. വിൽപ്പനയിൽ നിന്നുള്ള വരുമാനം ഒരു സാമ്പത്തിക വർഷത്തിൽ സർക്കാർ നിശ്ചയിച്ച തുകയേക്കാൾ കൂടുതലാണെങ്കിൽ വ്യാപാരികൾ GST രജിസ്ട്രേഷൻ പ്രയോജനപ്പെടുത്തണം. ഉപഭോക്താക്കളിൽ നിന്ന് ഇങ്ങനെ ശേഖരിക്കുന്ന GST വ്യാപാരികൾ സർക്കാരിലേക്ക് അയക്കണം. നെക്സ്റ്റ് വൺ, വാട്ട് ആർ ദ കറന്റ് GST റേറ്റ്സ് ഇൻ ഇന്ത്യ? ആൻസർ, അറ്റ് പ്രസന്റ് ദ കൺസ്യൂമർ ഹാസ് ടു പേ GST at the rates of 0%, 5%, 12%, 18% and 28%. Next question, what is budget? The budget is a financial document of the expected income and expenditure by the government for a specific financial year. In our country, the budget is prepared for one financial year starting from April 1st to March 31st. The finance minister presents the budget. എന്താണ് ബഡ്ജറ്റ് എന്നാണ് ചോദ്യം. ആൻസർ നോക്കാം. ഒരു പ്രത്യേക സാമ്പത്തിക വർഷത്തേക്ക് സർക്കാർ പ്രതീക്ഷിക്കുന്ന വരുമാനത്തിൻ്റെയും ചെലവിൻ്റെയും സാമ്പത്തിക രേഖയാണ് ബഡ്ജറ്റ്. നമ്മുടെ രാജ്യത്ത് ഏപ്രിൽ 1 മുതൽ 31 വരെയുള്ള ഒരു സാമ്പത്തിക വർഷത്തേക്കാണ് ബഡ്ജറ്റ് തയ്യാറാക്കുന്നത്. ധനമന്ത്രിയാണ് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. നെക്സ്റ്റ് വൺ, വിച്ച് ആർ ദ 3 ടൈപ്സ് ഓഫ് ബഡ്ജറ്റ്? ഏതെല്ലാമാണ് 3 തരത്തിലുള്ള ബഡ്ജറ്റുകൾ എന്നാണ് ചോദ്യം. ആൻസർ നോക്കാം. സർപ്ലസ് ബഡ്ജറ്റ്, മോർ ഇൻകം ലെസ് എക്സ്പെൻഡിച്ചർ, അതായത് കൂടുതൽ വരുമാനം കുറവ് ചെലവ്. ബാലൻസ്ഡ് ബഡ്ജറ്റ്, ഈക്വൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ, വരുമാനവും ചെലവും ഒരേപോലെ. ഡെഫിസിറ്റ് ബഡ്ജറ്റ്, ലെസ് ഇൻകം മോർ എക്സ്പെൻഡിച്ചർ, അതായത് കുറവ് വരുമാനം കൂടുതൽ ചിലവ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ ഫ്രഞ്ച് വേർഡ് ദാറ്റ് ദ ടേം ബഡ്ജറ്റ് വാസ് ഒറിജിനേറ്റഡ് ആൻഡ് വാട്ട് ഡസ് ഇറ്റ് മീൻ? ബഡ്ജറ്റ് എന്ന പദം ഉത്ഭവിച്ച ഫ്രഞ്ച് പദം ഏതാണ്? അതിൻ്റെ അർത്ഥം എന്താണ് എന്നാണ് ചോദ്യം. ആൻസർ നോക്കാം. ദ വേർഡ് ബഡ്ജറ്റ് ഒറിജിനേറ്റഡ് ഫ്രം ദ ഫ്രഞ്ച് വേർഡ് ബൊഗറ്റ്, വിച്ച് മീൻസ് എ ബാഗ് ദാറ്റ് കണ്ടെയ്ൻസ് ദ ഫിനാൻഷ്യൽ ഡോക്യുമെൻറ്റ്സ് ഓഫ് ദ ഗവൺമെൻറ്. സർക്കാരിൻ്റെ സാമ്പത്തിക രേഖകൾ ഉൾക്കൊള്ളുന്ന ബാഗ് എന്നർത്ഥം വരുന്ന ബൊഗറ്റ് എന്ന ഫ്രഞ്ച് വാക്കിൽ നിന്നാണ് ബഡ്ജറ്റ് എന്ന വാക്ക് ഉത്ഭവിച്ചത്. നെക്സ്റ്റ് വൺ, ഹൂ പ്രസൻറ്റഡ് ദ ഫസ്റ്റ് യൂണിയൻ ബഡ്ജറ്റ് ഓഫ് അവർ കൺട്രി? നമ്മുടെ രാജ്യത്തെ ആദ്യത്തെ കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ആരാണ്? ആൻസർ, RK ഷൺമുഖം ചെട്ടി, ഹു വാസ് ദ ഫിനാൻസ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ, പ്രസൻറ്റഡ് ദ ഫസ്റ്റ് യൂണിയൻ ബഡ്ജറ്റ് ഓഫ് ദ കൺട്രി. ഇന്ത്യയുടെ ആദ്യത്തെ കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിച്ചത് അന്നത്തെ ധനമന്ത്രിയായിരുന്ന RK ഷൺമുഖം ചെട്ടിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് പബ്ലിക് ഡെപ്റ്റ്? വിച്ച് ആർ ദ 2 ടൈപ്സ് ഓഫ് പബ്ലിക് ഡെപ്റ്റ്? എന്താണ് പൊതുകടം? 2 തരത്തിലുള്ള പൊതുകടം ഏതൊക്കെയാണ്? ആൻസർ, the government has to take loans to materialize the developmental and welfare activities and to meet various administrative needs when the income is not sufficient to satisfy various needs. The loans thus availed by the government are known as the public debt. അതായത് വിവിധ ആവശ്യങ്ങൾ നിറവേറ്റാൻ വരുമാനം തികയാതെ വരുമ്പോൾ വികസനക്ഷേമ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതിനും വിവിധ ഭരണപരമായ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുമായിട്ട് സർക്കാരിന് വായ്പ എടുക്കേണ്ടതായിട്ട് വരും. സർക്കാരിന് ഇങ്ങനെ ലഭിക്കുന്ന വായ്പകളെയാണ് പൊതുകടം എന്ന് പറയുന്നത്. The 2 types of public debt are internal debt or domestic debt, അതായത് ആഭ്യന്തര കടം. The loans availed by the government from individuals and institutions inside the country are known as domestic debt. രാജ്യത്തിനകത്തുള്ള വ്യക്തികളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും ഗവൺമെൻറ് നേടുന്ന വായ്പകളെയാണ് ആഭ്യന്തര കടം എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് വൺ, എക്സ്റ്റേണൽ ഡെപ്റ്റ് ഓർ ഫോറിൻ ഡെപ്റ്റ്, അതായത് വിദേശ കടം. ഫോറിൻ ഡെപ്റ്റ് ഈസ് ദ ലോൺ അവൈൽഡ് ഫ്രം അതർ കൺട്രീസ് ആൻഡ് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസ്.
വിദേശ കടം എന്നത് മറ്റ് രാജ്യങ്ങളിൽ നിന്നും അന്താരാഷ്ട്ര സംഘടനകളിൽ നിന്നും ലഭിക്കുന്ന വായ്പയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഫിസ്ക്കൽ പോളിസി? എന്താണ് ധനനയം? ആൻസർ, ഫിസ്ക്കൽ പോളിസി ഈസ് എ കോംപ്രിഹെൻസീവ് ഗവൺമെൻറ് പോളിസി കൺസേണിംഗ് ദ പബ്ലിക് റവന്യൂ, പബ്ലിക് എക്സ്പെൻഡിച്ചർ ആൻഡ് പബ്ലിക് ഡെപ്റ്റ്. This policy prepared by the Finance Department is implemented through the budget. It is also a policy that gives guidelines to the government to improve the current financial situation and attain financial stability. അതായത് പൊതുവരുമാനം, പൊതുചെലവ്, പൊതുകടം എന്നിവയുമായി ബന്ധപ്പെട്ട സമഗ്രമായ സർക്കാർ നയമാണ് ധനനയം. ധനവകുപ്പ് തയ്യാറാക്കിയ ഈ നയമാണ് ബജറ്റിലൂടെ നടപ്പാക്കുന്നത്. നിലവിലെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനും സാമ്പത്തിക സ്ഥിരത കൈവരിക്കുന്നതിനും സർക്കാരിന് മാർഗനിർദ്ദേശങ്ങൾ നൽകുന്ന നയം കൂടിയാണിത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫിസ്ക്കൽ പോളിസി? അതായത് ധനനയത്തിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ആൻസർ നോക്കാം. ആക്സിലറേറ്റ് ദ എക്കണോമിക് ഗ്രോത്ത്, അതായത് സാമ്പത്തിക വളർച്ച ത്വരിതപ്പെടുത്തുക. ക്രിയേറ്റ് ജോബ് ഓപ്പർച്യൂണിറ്റീസ്, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക. റെഗുലേറ്റ് അഡീഷണൽ എക്സ്പെൻഡിച്ചർ, അധിക ചെലവുകൾ നിയന്ത്രിക്കുക. എലിമിനേറ്റ് ദ ഇൻഇക്വാലിറ്റി ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റവന്യൂസ്, വരുമാന വിതരണത്തിലെ അസമത്വം ഇല്ലാതാക്കുക. സോ ദാറ്റ്സ് ഓൾ ടുഡേയ്സ് വീഡിയോ. അപ്പോൾ നമ്മുടെ ചാപ്റ്റർ 10 ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. അധികം ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒന്നും ഇല്ല ഈ ചാപ്റ്ററിൽ, പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാഠമാണ്. എല്ലാവരും നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ അടുത്ത ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായി തോന്നിയെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ഭാഗത്തിൽ കാണാം. ടിൽ ദെൻ ബൈ.